10-19 എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 10, BJP 19. BJPക്ക് ഈ നില തുടരാൻ കഴിയുമോ, അതോ ഹരിയാനയിലേതുപോലെ പോസ്റ്റൽ ബാലറ്റുള്ള ഒരു ട്രെൻഡ്, മെഷീനിൽ മറ്റൊരു ട്രെൻഡ് എന്ന നില വരുമോ? 10-20 ആപ്പിനേക്കാൾ ഇരട്ടി സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. അജിംസെ 1 ലക്ഷത്തോളം പോസ്റ്റൽ ബാലറ്റുകളുണ്ട്, ചില്ലറ നമ്പർ ഒന്നും അല്ല ഉള്ളത്. അതൊരു പൊതുസൂചനയായി നമുക്ക് എടുക്കാൻ കഴിയുമോ ഡൽഹിയുടെ കാര്യത്തിൽ? ഡൽഹിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഔട്ടർ ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടെ ആം ആദ്മി പാർട്ടി പോസ്റ്റൽ വോട്ടുകളിൽ പിന്നിലാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനർത്ഥം ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചടി ലഭിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. കാരണം ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പോസ്റ്റൽ വോട്ടുകളിൽ പിന്നിലാവുക എന്നുള്ളത് ഒരു സൂചനയായി നമുക്ക് കണക്കിലെടുക്കാം. പക്ഷേ EVM തുറക്കുമ്പോൾ ചിലപ്പോൾ സൂചന മാറിയേക്കാം എന്നും നമുക്ക് കാണാം. എന്തായാലും 1 ലക്ഷത്തോളം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർക്കേണ്ടതുണ്ട്. 10-20, 10 ആം ആദ്മി പാർട്ടി, BJP 20, കോൺഗ്രസ് 1 നിലയിലാണ്. അതായത് ഇരട്ടിയോളം സീറ്റുകളിൽ BJP മുന്നിലാണ്. 10-20-1 എന്നുള്ളതാണ്. 22 BJP 22ലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, ഔട്ടർ ഡൽഹിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. അവരുടെ ശക്തി കേന്ദ്രവുമാണ്. അവിടെ നിന്നുള്ള പോസ്റ്റൽ ബാലറ്റുകൾ പോലും ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾ കൈവിടുന്നതിന്റെ സൂചന പുറത്തു വരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു അധികായൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പിന്നിൽ പോകുന്നു. മനീഷ് സിസോദിയ, ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്നയാൾ, പിന്നിൽ പോകുന്നു. അതിഷി, ഡൽഹി മുഖ്യമന്ത്രി, പിന്നിൽ പോകുന്നു. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയെ, അതിന്റെ വൻമരങ്ങളെ, അതിന്റെ മുഖങ്ങളെ, അതിന്റെ പ്രത്യയശാസ്ത്രത്തെ ജനം കൈവിടുന്നു എന്നതാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും അതിന്റെ മുഖവും അതിന്റെ നേതാവും അതിന്റെ മരവും വേരുമെല്ലാം ആരാണ്? ഈ പറയുന്ന നേതാക്കളാണ്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാളിന് സ്വാഭാവികമായും തുടക്കത്തിൽ ലീഡെടുക്കാൻ കഴിയേണ്ടതാണ്. അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. 22 സീറ്റുകൾ BJP ലീഡ് ചെയ്യുമ്പോൾ അതിന്റെ പാതിയിൽ താഴെ സീറ്റുകളിൽ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഫ്രീബീസ് പൊളിറ്റിക്സിനെ, ജനക്ഷേമ രാഷ്ട്രീയത്തെ, അഴിമതി വിരുദ്ധ മുദ്രാവാക്യത്തെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ EVM-ലേക്ക് കടക്കും. 8:29 സമയം, ഏതാണ്ട് 8:30 കൂടി തന്നെ EVM തുറക്കുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. തൗഫീഖ് അസ്ലമിലേക്ക് പോകണം. തൗഫീഖ്, ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി കഴിഞ്ഞോ?